പരസ്പരമുള്ള പോരുകൾ, അരക്ഷിതാവസ്ഥ, ആക്രമണങ്ങൾ, നാട്ടിലെങ്ങും പ്രശ്നം. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളടക്കം തമ്മിൽ തല്ലി തീരുന്ന അവസ്ഥ. സ്വന്തം അമ്മയെയും അനിയനെയും കാമുകിയെയും വെട്ടിക്കൊല്ലുന്നു. എന്ത് ഭയാനകമായ അവസ്ഥയാണ് നമുക്ക് ചുറ്റും. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണങ്ങൾ എന്താണ്? അറിവില്ലായ്മയും ധാർമ്മികമായ ബോധമില്ലാത്തതുമാണ് ഇതിനൊക്കെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ തെറ്റില്ല. കൃത്യമായി മക്കളെ വളർത്താനോ ശാസിക്കാനോ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് രക്ഷിതാക്കൾ പോലും കടന്നു പോകുന്നത്. ഗുരുനാഥന്മാരുടെ കഥ പറയാതിരിക്കലാണ് നല്ലത്. അവർക്ക് ഒന്ന് നോക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത രൂപത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ മാറ്റിയെടുത്തു. ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ മക്കളെ കൃത്യമായി വളർത്തണം, കൃത്യമായ ദിശാബോധം നൽകണം. അവരെ സമൂഹത്തിന് ഉത്തമന്മാരാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളല്ലാതെ മറ്റാരാണ്? നാടൊന്നിക്കണം, സംഘടനകൾ ഒന്നിക്കണം. എന്നിട്ട് ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ജാഗരൂകരായി നല്ല കൃത്യമായ ഉത്ബോധനങ്ങൾ നൽകി നല്ല വഴിക്ക് നടത്താൻ നമ്മൾ തയ്യാറാകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ചിറങ്ങാം നാടിൻ്റെ സുരക്ഷിതത്വം സമാധാനവുമൊക്കെ നേടിയെടുക്കാൻ.